ഇന്നുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടായിട്ടായിരുന്നു ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിതിനെ കേക്കെന്നോ അല്ലെങ്കിൽ ബ്രൗണിയെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ വിളിക്കാം. എന്തായാലും ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് നമ്മളുടെ മധുരക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് മാത്രം ഫോളോ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനായിട്ട് മധുരക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അതിലാണ് അത് പുഴുങ്ങാൻ വെക്കുന്നത്. കുക്കറിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം അത് പീൽ ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേ എടുത്ത് പുഴുങ്ങിയിട്ടുണ്ട്. അത് മൊത്തം എനിക്കിത് ഉണ്ടാക്കാനുള്ളതല്ല, എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചോളൂ അത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് വെക്കാം. അതുപോലെ തന്നെ 1/3 കപ്പ് ഓഫ് ഡേറ്റ്സ് നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കുരു കളഞ്ഞ് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്, അല്ലെങ്കിൽ അത് അരയ്ക്കാൻ ഇത്തിരി പാടാവുമല്ലോ. പിന്നെ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഹണി, നമ്മുടെ മധുരത്തിനനുസരിച്ച് ഹണിയും ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഹണി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ വീതവും, ഒരു നുള്ളു ഉപ്പും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വനില എസൻസും ആണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ടീസ്പൂണുകൾ കണ്ട ഭയങ്കര വലിപ്പം തോന്നും, ചെറിയ ടീസ്പൂണാണ് കേട്ടോ. അത് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര വലിപ്പം തോന്നണ്ട. എന്തായാലും അതൊക്കെ കൂടി ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഈ ഒരു ബേക്കിംഗ് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ അത് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഇത്ര കട്ടിക്ക് ഇങ്ങനെ വരണം കേട്ടോ. എന്നിട്ട് നന്നായി അതൊന്ന് പരത്തി അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഈ ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. വേണമെന്നൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ചുമ്മാ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇത് നമ്മൾ ഹെൽത്തി ഓപ്ഷൻ നോക്കുമ്പോൾ ഇത് വേണ്ടാത്തതാണ് നല്ലത്. അപ്പോൾ കുട്ടികൾക്ക് ഞാനിത് കൊടുക്കണ കാരണം അവർക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ അവർക്ക് മുമ്പിൽ കൊണ്ടുവച്ചേക്കണ ഫുഡിൻ്റെ ചന്തം കൂടി പിടിച്ചാലാണല്ലോ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഇത്തിരി ഭംഗിയായിട്ട് കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്താണ്. എന്തായാലും പിന്നെ നമ്മളുടെ ഓവൻ സെറ്റപ്പൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അത് ഞാൻ കേക്കിൻ്റെ പാത്രം അടച്ചു വെച്ചത് വളരെ ചെറിയൊരു അടപ്പുണ്ടാണ്, അതുകൊണ്ടാണ് അതൊക്കെ മാറ്റി ഞാൻ ഇതുപോലെ വേറെ ഒരെണ്ണമൊക്കെ വെച്ച്. പിന്നെ നമുക്കൊരു 30 തുടങ്ങി 35 മിനിറ്റ് വരെ ഇങ്ങനെ വെക്കണം കേട്ടോ. അത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കുക്കറുണ്ടല്ലോ അത് പ്രീ ഹീറ്റ് ചെയ്യണം ഒരു 5 മിനിറ്റ്. അതിന് ശേഷം വേണം നമ്മളിതൊക്കെ ഇറക്കി വെച്ച് റെഡിയാക്കി ഒന്ന് അടച്ചിട്ട് 30 to 35 മിനിറ്റ്സ് വരെ അടച്ചു വെച്ച് ഇങ്ങനെ വേവിക്കാനായിട്ട്. ഞാൻ ഗ്യാസിൽ എൻ്റെ ഏറ്റവും ചെറിയ അടുപ്പിലാണ്, അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വെക്കുക ആ ഒരു 30 to 35 മിനിറ്റ്സ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ കേക്ക് നന്നായിട്ട് പൊന്തി റെഡിയായി വന്നിട്ടുണ്ട്. ടൂത്ത് പിക്കൊക്കെ വെച്ച് കുത്തി നോക്കിയപ്പോൾ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി അത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഇതെടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. എനിക്കിവിടെ ഞാൻ വേറെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്ലേറ്റിലേക്കൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ ഇവിടെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അവർ അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യും, അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബേക്കിംഗ് പേപ്പറിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അയൺ കണ്ടൻറ്റ് ഉള്ളതാണല്ലോ. നമ്മളത് പുഴുങ്ങി കഴിക്കുമ്പോഴൊന്നും നമുക്ക് ആ ഒരു അയൻ്റെ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഇതുപോലെ ബേക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും നമുക്കുള്ളിൽ നമ്മൾ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും ചെറുതായിട്ടൊരു അയൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. നമ്മളുടെ ബോഡിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മിനറലാണല്ലോ അയൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു മടിയും കൂടാണ്ട് കഴിക്കാം കേട്ടോ. ചെറുതായിട്ടൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, അത് മുതിർന്നവർക്ക് മാത്രം. കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവർ ആ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉള്ള കാരണം വളരെ ആസ്വദിച്ച് തന്നെ അത് കഴിക്കും. എൻ്റെ ആകെ ഇത്തിരികോളുള്ള സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ആൾക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിത് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അല്ലാത്തവരും ഇതൊന്ന് വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹെൽത്തി അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.